ബിഗ് ബോസിന് ഇന്ന് കൊടിയേറുകയാണ്. ഇനി 100 ദിവസം ആഘോഷത്തിൻ്റെ രാവുകൾ തന്നെയാണ് ബിഗ് ബോസ് പ്രേമികൾക്ക്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് സീസൺ ഇത്രയും തുടങ്ങിയതിൽ ഏറ്റവും വലിയ തുടക്കമാണ് ഇന്ന് ബിഗ് ബോസിന് ആരംഭിച്ചിരിക്കുന്നത്. ആഘോഷപൂർണമായ തുടക്കം തന്നെയാണ് ഇന്ന് ഏഷ്യാനെറ്റ് 7 മണിക്ക് അവതരിപ്പിക്കുന്ന ആ ഷോയിലൂടെ നമുക്ക് കാണാൻ പറ്റുന്നത്. മികച്ച പ്രതികരണം തന്നെയാണ് ഇതിന് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ നമുക്ക് നേരത്തെ തന്നെ മനസ്സിലായി. കാരണം അതിൻ്റെ പ്രൊമോ, ഏഷ്യാനെറ്റ് ഇറക്കിയിരിക്കുന്ന എല്ലാ പ്രൊമോകളും മികച്ച പ്രതികരണമാണ് നേടിയത്. പ്രത്യേകിച്ച് ലാലേട്ടൻ്റെ സ്റ്റൈല്, ലാലേട്ടൻ്റെ ആ പെർഫോമൻസ് വേറെ ലെവലാണ്. പ്രത്യേകിച്ച് ലാലേട്ടൻ കത്തി നിൽക്കുന്ന ഒരു സമയത്താണ് ഈ ബിഗ് ബോസ് സീസൺ 7 ആരംഭിക്കുന്നത്. പല മത്സരാർത്ഥികളെ പറ്റിയും പറയുന്നുണ്ട്. ഏഷ്യാനെറ്റ് തന്നെ ആ മത്സരാർത്ഥികളുടെയൊക്കെ പൂർണ്ണവിവരം പുറത്തു വിടട്ടെ, അതിനുശേഷം നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ സംസാരിക്കാം. ഏതായാലും ഇനിയുള്ള 100 ദിവസം നമുക്ക് ഇവരെ പറ്റിയൊക്കെയാണല്ലോ സംസാരിക്കാനുള്ളത്, അല്ലേ? അങ്ങനെ സിനിമാ മേഖലയിൽ നിന്നും സീരിയൽ മേഖലയിൽ നിന്നും എന്താ പറയുന്നത്, സോഷ്യൽ മീഡിയയിൽ നിന്നും ഒക്കെ തന്നെ പ്രമുഖർ ഈ മത്സരത്തിൽ ഏറ്റുമുട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കേൾക്കുന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ മികച്ച പ്രതികരണം നേടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ നിറഞ്ഞ ഫൈറ്റുമായിട്ടൊക്കെയാണ് അവർ എത്തുന്നത്. കാരണം കൊണ്ടും കൊടുത്തുമൊക്കെ വളർന്നു വന്നവരാണ് ഈ പറഞ്ഞ് കേൾക്കുന്നവരെല്ലാം തന്നെ. ഈ സീസണിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നത് ലാലേട്ടൻ്റെ ആ അവതരണവും ഒക്കെ വേറെ ലെവൽ സാധനമാണ്. അതുപോലെ ഏഷ്യാനെറ്റും ബിഗ് ബോസ് ടീമാണെങ്കിലും ഇതൊരു വേറൊരു മാറ്റത്തിൻ്റെ കൊടുങ്കാറ്റ് വീശാൻ വേണ്ടി അവർ ശ്രമിക്കുന്നുണ്ട്. അതും മത്സരാർത്ഥികളും ഇതിൽ പങ്കെടുക്കുന്ന മത്സരാർത്ഥികളെല്ലാം തന്നെ അത് ഉൾക്കൊണ്ടുകൊണ്ട് അഭിനയിക്കുകയാണെങ്കിൽ ഇതൊരു വേറെ ലെവൽ സീസൺ തന്നെ ആകാനാണ് സാധ്യത. അതോ തുടക്കത്തിലുള്ള ഈ ഗുമ്മ് പിന്നെ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും നമുക്കറിയില്ല. ഏതായാലും തുടക്കം ഗംഭീരമാണ്. ഏഷ്യാനെറ്റ് 7 മണിക്ക് ഇതിൻ്റെ പ്രക്ഷേപണം ആരംഭിക്കുമ്പം ഇത് ഗംഭീരമാണ് എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ആഘോഷപൂർണമായ ഒരു തുടക്കം തന്നെയാണ് ബിഗ് ബോസിന് കിട്ടുന്നത്. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം. ഇതിനിടയിൽ ഞാൻ പറഞ്ഞില്ല, നേരത്തെ തന്നെ പറഞ്ഞു, പല പേരുകളും പറയുന്നുണ്ട്. അതിനിടയിൽ ചില ചാനലുകൾ പറയുന്നുണ്ട് ആടി പൊട്ടിയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. ഏതായാലും സോഷ്യൽ മീഡിയയിൽ വരുന്ന വാർത്തകളെല്ലാം ചിലപ്പോൾ ശരിയാകാം, ചിലപ്പം തെറ്റാകാം. നമ്മൾ അതിനെല്ലാം കൃത്യമായിട്ടുള്ള ഇത് കിട്ടിയതിന് ശേഷം ഏതെങ്കിലും എന്താ പറയുന്നത് വ്യൂസിന് വേണ്ടി മാത്രം നമ്മൾ ഒരു കാര്യവും പറയാറില്ല. അത് നേരത്തെ തന്നെ നമ്മൾ ചാനൽ കാണുന്നവർക്കെല്ലാം വ്യക്തമായിട്ടറിയാം. കാരണം അത് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയതിന് ശേഷം മാത്രം. ബിഗ് ബോസ് ഒന്ന് തുടങ്ങിക്കോട്ടെ, അതിന് ശേഷം നമുക്ക് അടിപൊട്ടാം. ഏതായാലും പല പ്രമുഖ താരങ്ങളുടെയും ഒക്കെ പേര് വരുന്നുണ്ട്. രേണുസുതി, അതുപോലെ എന്താ പറയുന്നത് അനുമോള്, അങ്ങനെ പലരുടെയും പേര്, അപ്പാനി ശരത്ത്, ഇങ്ങനെയൊക്കെയുള്ള പലരുടെയും പേരുകൾ പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശാരിക. അപ്പോൾ ഇവരെല്ലാം തന്നെ മികച്ച പ്രകടനം തന്നെ നടത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം 7 സീസണായി, 7 സീസണൊക്കെ കണ്ട് എന്താണ് ഇതെന്നൊക്കെ കേട്ട് അറിഞ്ഞൊക്കെ വരുന്നവർ തന്നെയാണ് ഇവരെല്ലാവരും തന്നെ. അതുപോലെ ലാലേട്ടൻ എല്ലാ പ്രാവശ്യത്തെ പോലെ സോഫ്റ്റായിട്ട് ഈ മത്സരാർത്ഥികളോട് പെരുമാറുമോ ഇല്ലയോ എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണുന്നത്. ലാലേട്ടൻ തന്നെ ട്രോളിക്കൊണ്ടാണ് വന്നിരിക്കുന്നത്. കാരണം ഈ പ്രാവശ്യം ലാലേട്ടനും മാറണം എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ട് പ്രേക്ഷകരുടെ അഭിരുചി അനുസരിച്ച് ബിഗ് ബോസിന് നല്ല മാറ്റം ഉണ്ടാകും എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. നമ്മൾ അതിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. ഇനി 100 ദിവസം ബിഗ് ബോസിൻ്റെ നാളുകളാണ്. അപ്പം നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.